ഞാൻ എൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചാണ്. അച്ഛനായിട്ടായിരുന്നു ഈ കളിയിൽ, കുമ്മാട്ടി കളിയിൽ സജീവമായിട്ടുണ്ടായിരുന്നത്. അച്ഛനും അച്ഛൻ്റെ ചേട്ടനും അവരൊക്കെ ഇതിൽ പങ്കെടുത്തോടുന്ന ആൾക്കാരാണ്. രണ്ടോണം നാളിൽ നമ്മൾ നമ്മുടെ ഏവന്നൂർ വീടുകളിൽ കയറി കളിക്കില്ലായിരുന്നു. ഈ കുമ്മാട്ടിക്കളി അല്ലെങ്കിൽ കുമ്മാട്ടിപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ക്രൈസാണ്. ചെറുപ്പത്തിലെ ഈ പാട്ട് പാടുന്നത് കേട്ടിട്ടാണ് ഇത് പഠിച്ചിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ശരിക്ക് പടിഞ്ഞാറത്തല ഗോവിന്ദൻ എന്ന് പറയുന്നൊരു ആളുണ്ടായിരുന്നു. തൃക്കാരപ്പന വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ കുമ്മാട്ടിപ്പാട്ട് പാടി കളിച്ചിട്ടാണ് പിന്നെ പാതിരയ്ക്ക് വീട്ടിലേക്ക് പോവുക. കുമ്മാട്ടി എന്ന ഈ കലാരൂപം കേരളത്തിൻ്റെ 3 ജില്ലകളിലാണ് ഉള്ളത്. പ്രാദേശികമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഈ കുമ്മാട്ടി എന്ന് പറയുന്ന കലാരൂപത്തിന് ഉപയോഗിക്കുന്നത്. കുമ്മാട്ടി പുല്ല് ഞങ്ങൾ കൊടുന്നത് ഇടുക്കിയിൽ പോയിട്ടാണ്. സിൽവർ റോക്ക് ഞങ്ങൾ ഇടുക്കിയിൽ പോയിട്ട് വെട്ടി കൊടുത്തിട്ടാണ് ഈ വർഷം കുമ്മാട്ടി പുല്ല് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവരുന്നത് അതല്ല, ഇവിടെ രാമച്ചത്തിലാണ് ഇവിടെ കളിക്കുന്നത്. അത് കൊണ്ടുപോകാനും ഒന്നും പറ്റില്ല, നല്ല വെയിറ്റാണ്. പാളയിലായിരുന്നു ഈ കുമ്മാട്ടി മുഖങ്ങൾ എഴുതിയിരുന്നത്. നമുക്ക് എൻ്റെ ചെറുപ്പകാലങ്ങളിലേക്ക് ഈ മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. നമ്മളൊക്കെ വാതിലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും, പുറത്തേക്ക് വരില്ല. എന്നിട്ട് അങ്ങനെ പതുക്കെ ഇത് ഫെമിലിയറായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിൽ വന്നു തുടങ്ങിയത്. പിന്നെ നമ്മൾ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന പാട്ടുകൾ, രാമായണമാണെങ്കിൽ ഇതിവൃത്തം, അപ്പോൾ അതൊക്കെ കൂട്ടി കളിക്കുന്നത് കാണാൻ അന്നത്തെ ഒരു ഒന്നുകൂടി പ്രത്യേകതയായിരുന്നു അവരുടെ ഒരു കളി കാണാൻ. എൻ്റെ അച്ഛനും അതുപോലെ അച്ഛൻ്റെ ഇവരൊക്കെ അച്ഛൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അവരൊക്കെ കൂടി ഇതുപോലെ 2 നാളിൽ ഞങ്ങളുടെ അവിടെ കുമ്മാട്ടി നടത്തും. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഇതുപോലെ രാവിലെ മുതൽ ഇങ്ങനെ വീട് കയറി പാട്ട് പാടിയിട്ടാണ് ഞാനും പഠിച്ചത്. ശിവൻ്റെ ഭൂതഗണങ്ങളാണ് കുമ്മാട്ടി എന്നുള്ളൊരു സങ്കല്പം നിൽക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഇത്രയും നമ്മൾക്ക് നല്ല രൂപങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല രൂപങ്ങളൊക്കെ ആയി. അപ്പോൾ ഓരോ സാധനങ്ങൾ ലഭ്യത കുറവായി. ഞങ്ങൾ പാടുന്ന പാട്ടുകൾ അധികം രാമായണത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. വന്നീടുവിൻ കളിപ്പാൻ സോദരി സോദരന്മാർ, മാവേലി തൻ്റെ കഥ പാടിടുവാൻ, പട്ടും വളയും നല്ല പട്ടുസോമൻ കളി നോക്കി സമ്മാനിക്കാത്തവരില്ല പാരിൽ. അത് കൈക്കുട്ടികളിയുടെ കാര്യത്തിലാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഒരു കുടുംബം പോലെ കളിക്കുന്നു. ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും കളിക്കും. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, നാട്ടിൻപുറങ്ങളിൽ വീടാന്തരം കയറിറങ്ങി കളിക്കുമ്പോഴേ ആദ്യം ഒരു 4-5 ആളേ ഉണ്ടാവുള്ളൂ. ആ സമയം ഇത് അവസാനിക്കുമ്പോഴേക്കും 10-40 ആളാകും. ആദ്യകാലങ്ങളിൽ ഓണസമയത്ത് മാത്രമാണ്. ഓണം 4 ദിവസമാണ്. അതിൽ പ്രധാനപ്പെട്ട ഇത് വരുന്നത് കിഴക്കുംപാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഓണം 4 ദിവസം കുമ്മാട്ടി കളിക്കുന്ന ഒരു ഇതുള്ളത്. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 2 ഓണ ദിവസം, തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. നാഷണൽ ഗെയിംസ്, ഓണാഘോഷം സമാപനം, അങ്ങനെ ഒരുവിധം പരിപാടികളിലൊക്കെ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ 2 പ്രോഗ്രാമുകൾ ചെയ്യാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഈ ചെറിയ കലയായാലും നമ്മളത് എത്തിച്ചു കൊണ്ട് നടക്കേണ്ടത് ഈ
ഞങ്ങൾ പറയാ സുഖേട്ടൻ എന്നാണ് നമ്മുടെ മാഷ്. പറയാൻ അത്ര ഓർമ്മ മെമ്മറി എന്നൊക്കെ പോയി തുടങ്ങി. അത്രയധികം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അന്യം നിന്ന് പോകാൻ പോകാട്ടാണ്. അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പം ഓരോ വീടുകളിലും കാത്തിരുന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് കാത്തിരിപ്പ് കുറവായിരുന്നു. തുമ്പി എന്നുള്ള പ്രതീകത്തിന് എത്തി ചുറ്റും ഈ സ്ത്രീകൾ കൂടിയിരുന്ന് പാട്ടുപാടി ഈ തുമ്പി ഉറയുന്ന പറയുന്നു. തൃശ്ശൂർ എന്ന് പറഞ്ഞ എളന്നൂരിൽ നിന്ന് വന്ന EG സുകുമാരൻ എന്ന സംഘടന എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. തുടിപ്പിൻ്റെയും എല്ലാവരുടെയും ഇവിടെ വന്ന എല്ലാവരുടെയും പേര് താങ്ക് യു സോ മച്ച്.